നമസ്കാരം. പതിരും കതിരും. ഒരു വീട്ടിൽ പിതൃക്കൾക്ക് ബലിയിട്ട ശേഷം കാക്കയെ കൈകൊട്ടി വിളിച്ചു. എത്ര വിളിച്ചിട്ടും കാക്ക വറ്റിൽ തൊടുന്നില്ല. അവസാനം വീട്ടുകാരൻ അല്പം ദേഷ്യത്തോടെ പറഞ്ഞു, ജീവിച്ചിരുന്നപ്പോൾ മൂപ്പർക്ക് ചിക്കൻ ബിരിയാണിയും കടിയുമില്ലാതെ പറ്റില്ലായിരുന്നു. ഇതിപ്പോൾ വെറും ഉണക്കലരിയും എള്ളും തന്നാൽ പുള്ളിക്കാരൻ്റെ ആത്മാവ് എങ്ങനെ വരാനാണ്? പോയി ഒരു കഷ്ണം മീൻ വറുത്തത് എടുത്തു വയ്ക്ക്, അപ്പോൾ വന്നേക്കും. കർക്കടകവാവ് ബലിസമർപ്പണം ഇങ്ങനെ ഫലിതം പറയാനുള്ളതല്ല എന്നറിയാം. പക്ഷേ നമ്മുടെ നാട്ടിലെ പിടിയിളകിയ ഒരു വിപ്ലവ പ്രസ്ഥാനം കർക്കടകവാവിനോടനുബന്ധിച്ച് നടപ്പിലാക്കുന്ന 2 പദ്ധതികൾ കേട്ടപ്പോഴാണ് ഈ ഫലിതം പറയാതെ നിവൃത്തിയില്ലെന്ന് ബോധ്യമായത്. CPMൻ്റെ നിയന്ത്രണത്തിലുള്ള കണ്ണൂരെ 2 സംഘടനകൾ കർക്കടകവാവ് ദിനത്തിൽ നടത്തുന്ന പരിപാടികൾ അടിമുടി പൊരുത്തക്കേടുള്ളതാണ്. പയ്യാമ്പലത്ത് വിശ്വാസികൾക്ക് കൈത്താങ്ങ് പദ്ധതി, പടിയൂരിൽ പന്നിയിറച്ചി ചാലഞ്ച്. പിതൃതർപ്പണവും പന്നിയിറച്ചി ചാലഞ്ചും തമ്മിൽ വല്ല ബന്ധവുമുണ്ടോ? വിശ്വാസികൾ പിതൃക്കൾക്ക് തർപ്പണം നടത്തി അനുഗ്രഹം വാങ്ങുന്ന കാലത്ത് കർക്കടകവാവ് ദിനത്തിൽ എന്തിനാണ് CPM പന്നിയിറച്ചി ചാലഞ്ച് നടത്തി മനുഷ്യരെ ഇങ്ങനെ പുച്ഛിക്കുന്നത്? ഇല്ല, ജനം പഴമ്പായിൽ തെറുത്തുകെട്ടി പള്ളിക്കാട്ടിക്കൊണ്ട് ജീവനോടെ ദഹിപ്പിച്ചിട്ടും ഈ പ്രസ്ഥാനം ഗുണം പിടിക്കുന്ന മട്ടല്ല. കർക്കടകവാവ് ദിനത്തിൽ പന്നിയിറച്ചി ചാലഞ്ച് നടത്തുന്നത് CPMൻ്റെ നിയന്ത്രണത്തിലുള്ള പടിയൂർ AKG ഗ്രന്ഥശാലയാണ്. 1 കിലോ പന്നിയിറച്ചിക്ക് 370 രൂപയാണ് വില. കൈയിട്ട് വാരാനും നക്കാനും കബളിപ്പിക്കാനുമുള്ള എല്ലാ മാർഗങ്ങളും അടഞ്ഞു തുടങ്ങിയതോടെ CPM പുതിയ പരിപാടികൾ കണ്ടെത്തിയിരിക്കുകയാണ്. ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായി നടത്തുന്ന പന്നിയിറച്ചി ചാലഞ്ച് എന്തിനാണ് കർക്കടകവാവ് ദിനത്തിൽ തന്നെ നടത്തുന്നത് എന്ന് ചോദിച്ചാൽ അതാണ് സഖാക്കളുടെ പ്രത്യയശാസ്ത്ര മര്യാദകേട്. മുൻപൊക്കെ നടത്തിയിരുന്ന പൂക്കളം മത്സരത്തിന് പകരമാണത്രേ ഇത്തവണ പന്നിയിറച്ചി ചാലഞ്ച് നടത്തുന്നത്. വിശ്വാസി സമൂഹത്തെ കയ്യിലെടുക്കാൻ നടക്കുമ്പോഴും അവരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന കാര്യത്തിൽ CPMന് യാതൊരു ആശയ വ്യക്തതയും ഇപ്പോഴുമില്ല. പയ്യാമ്പലത്തെത്തുന്ന വിശ്വാസികൾക്കായി സാന്ത്വന പരിചരണ പരിപാടി നടത്തുമ്പോഴാണ് മറ്റൊരിടത്ത് ഈ വിചിത്രമായ ആഭാസം നടത്തുന്നത്. കർക്കടകവാവിന് പിണ്ടം തിരയുന്ന കാക്കയെപ്പോലെ അനാഥമായ ആത്മാക്കളായി മാറി കേരളത്തിലെ CPMകാർ. ഈ 2 പരിപാടിയും ഉണ്ടാക്കിയ പേരുദോഷം മാറ്റിയെടുക്കുന്നതിൻ്റെ ഭാഗമായി AKG സെൻറ്ററിന് മുമ്പിൽ രക്തസാക്ഷികൾക്ക് ബലിതർപ്പണം നടത്തുന്ന ഒരു പരിപാടി കൂടി ആവിഷ്കരിക്കണം. ഗോവിന്ദൻ പാളച്ചെരുപ്പും പൂണൂലും കുടുമയും വെച്ച് സഖാക്കൾക്ക് കർമ്മങ്ങൾ പറഞ്ഞു കൊടുക്കണം. ബലിപീഠം തളിച്ചു മെഴുകി എള്ളും കറുകപ്പൂവും പിണ്ടവും വെച്ചിട്ട് വൈരുദ്ധ്യാത്മിക ഭൗതികവാദം സമർപ്പയാമി എന്ന് കമ്മികളെ കൊണ്ട് പറയിക്കണം. അതോടെ മരിച്ചു തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന സകല രക്തസാക്ഷികളുടെയും അനുഗ്രഹം ഈ പ്രസ്ഥാനത്തിന് മേൽ വർഷിക്കപ്പെടും. പാർട്ടി ചുട്ടുകളഞ്ഞതും കൊന്നുതള്ളിയതുമായ പഴയ കമ്മ്യൂണിസ്റ്റുകാരുടെ ആത്മാക്കൾ ശപിക്കുന്നത് പാർട്ടിയെ ആയിരിക്കും. ഇവന്മാർക്ക് ഇപ്പോഴും പന്നിയിറച്ചി വിട്ട് ഒരു കളിയില്ല. വയനാട്ടിലെ പുനരധിവാസ ഫണ്ട് സമാഹരിക്കാൻ DYFI പന്നിയിറച്ചി ചാലഞ്ച് നടത്തിയത് നേരത്തെ വലിയ വിവാദമായിരുന്നു. RSSകാർ ശ്രീകൃഷ്ണ ജയന്തി നടത്തി കുട്ടികളെ തട്ടിയെടുക്കുന്നതിൻ്റെ പരിഹാരമായി CPMും ഒരു ജയന്തി ഫണ്ട് നടത്തിയത് ഓർക്കുന്നില്ലേ? പാർട്ടി വിശ്വാസികൾക്കെതിരല്ലെന്ന് കാണിക്കാനാണ് ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആഘോഷയാത്രകൾ പാർട്ടി സംഘടിപ്പിച്ചത്. ഘോഷയാത്രയിൽ ശ്രീകൃഷ്ണനായും കംസനായും താടകയായും ഒക്കെ വന്നത് പാർട്ടിയുടെ കൊട്ടേഷൻ ഗുണ്ടകളായിരുന്നു എന്ന് മാത്രം. പണ്ട് ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു പ്ലോട്ട് അവതരിപ്പിച്ചത് ഓർമ്മയില്ലേ? ഗുരുവിൻ്റെ പ്രതിമയിൽ കയറിട്ട് കഴുത്തിൽ കത്തി വെച്ചായിരുന്നു പ്രകടനം. ഇങ്ങനെ വകതിരിവ് വട്ടപൂജ്യമായി മാറി ഈ പ്രസ്ഥാനത്തെ നിയന്ത്രിക്കാൻ തലയിൽ ഉപ്പോളമെങ്കിലും ബുദ്ധിയുള്ള ഒറ്റ ഒരുത്തനുമില്ല എന്നുള്ളതാണ് വാസ്തവം. കഴിയാവുന്നത്ര രീതിയിൽ ഹിന്ദുക്കളെയും അവരുടെ വിശ്വാസ പ്രമാണങ്ങളെയും അനാദരിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്താൽ മറ്റുള്ളവരെല്ലാം വലിയ സന്തോഷത്തോടെ തങ്ങൾക്കൊപ്പം നിൽക്കുമെന്നാണ് ഈ പാവങ്ങൾ ഇപ്പോഴും ധരിച്ചു വച്ചിരിക്കുന്നത്. ഓണത്തിന് പൂക്കള മത്സരം മാറ്റി പന്നിയിറച്ചി ചാലഞ്ച് നടത്താമെന്നുള്ള ഈ ചിന്ത ഏതവൻ്റെ തലയിലാണോ വിരിഞ്ഞത്? ഹിന്ദുക്കളെ കയ്യിലെടുക്കാൻ ഇനി ഒറ്റ മാർഗമേ ഉള്ളൂ സഖാക്കളെ. അടുത്ത വർഷം മുതൽ കർക്കടക മാസത്തിലെ രാമായണ വായന എല്ലാ കമ്മ്യൂണിസ്റ്റ് കുടുംബങ്ങളിലും മസ്റ്റാക്കുക. ഓരോരോ മരങ്ങൾ പറിച്ചെറിഞ്ഞു എന്നുള്ളതിന് പകരം ഓരോരോ രോമങ്ങൾ പറിച്ചെറിഞ്ഞു എന്നൊക്കെ ചിലപ്പോൾ തെറ്റിപ്പോയെന്നിരിക്കും. സാരമില്ല. അടുത്ത മണ്ഡലകാലമാകുമ്പോൾ എല്ലാ ഏരിയ കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ ആഴിപ്പടുക്കയും ഭജനയും നിർബന്ധമാക്കണം. അത്തം മുതൽ 10 ദിവസം ഓരോ ബ്രാഞ്ച് കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ പൂക്കള മത്സരങ്ങൾ സംഘടിപ്പിക്കണം. പിണറായി വിജയൻ്റെ ഏതെങ്കിലും ഒരു ചിത്രം അവിടെ ഇരിപ്പുണ്ടെങ്കിൽ അതെടുത്ത് തോട്ടിലെറിഞ്ഞ് മഹാബലിയെ പ്രതിഷ്ഠിക്കണം. കാരണഭൂത തിരുവാതിര പാടയെ മറന്ന് ധനുമാസമാകുമ്പോൾ സഖാത്തുകളുടെ തിരുവാതിര സംഘടിപ്പിക്കണം.
എട്ടങ്ങാടി പുഴുങ്ങണം. അല്ലാതെ വെള്ളാപ്പള്ളിയെയും സുകുമാരൻ നായരെയും കാലാകാലം സുഖിപ്പിച്ചത് കൊണ്ടൊന്നും ഹിന്ദു സമൂഹത്തിൻ്റെ പ്രീതി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല.